നമസ്കാരം. പതിരും കതിരും. നിൻ കുടിയൊഴിഞ്ഞിടണം, ഞങ്ങൾ നിൻ കുടിയൊഴിപ്പിക്കുമല്ലെങ്കിൽ. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയിലെ വരികൾ വീണ്ടും ഓർക്കാൻ കാരണം AK ബാലൻ്റെ ധർമ്മസങ്കടം കേട്ടപ്പോഴാണ്. പിണറായി വിജയൻ്റെ പ്രായപരിധി പൊക്കിക്കൊടുക്കുമ്പോൾ ആശ്രിതനായ ബാലനും അതിലൂടെ മേപ്പോട്ടങ്ങ് ഞെത്തു കയറാമെന്നാണ് പാവം കരുതിയത്. ബ്രണ്ണൻ കോളേജിൽ നയിച്ച വീരവിപ്ലവത്തിൻ്റെ കഥകളെല്ലാം പറഞ്ഞു തീർന്നിട്ടില്ല. പക്ഷേ കണ്ണിൽ ചോരയില്ലാത്ത കാരണഭൂതം ബാലനെ കൈയൊഴിഞ്ഞു. പദവികളിൽ നിന്നും പുറത്തായ ബാലൻ താനൊരു കുടിയൊഴിക്കൽ ഭീഷണിയിലാണെന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. AKG ഫ്ലാറ്റിൽ നിന്നും ഉടൻ ഇറങ്ങേണ്ടി വരും. ജീവിതകാലത്ത് ഞാൻ ഒരുപാട് കുടിയൊഴിക്കലിന് വിധേയനായ ആളാണ്. ആ കഥകൾ ഇങ്ങനെയാണ്. ഡൽഹിയിലെ MP ഫ്ലാറ്റിൽ നിന്നും കുടിയിറങ്ങി, തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിൽ നിന്നും കുടിയിറങ്ങി, മന്ത്രി മന്ദിരത്തിൽ നിന്നും കുടിയിറങ്ങി, കണ്ണൂരിലെ അഴീക്കോടൻ മന്ദിരത്തിൽ നിന്നും കുടിയിറങ്ങി, കോഴിക്കോട്ട് CH മന്ദിരത്തിൽ നിന്നും കുടിയിറങ്ങി, പാലക്കാട്ട് കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നിന്നും കുടിയിറങ്ങി, അവസാനം ഇതാ AKG ഫ്ലാറ്റിൽ നിന്നും കുടിയിറങ്ങാൻ പോകുന്നു. അടുത്ത കുടിയിരിപ്പ് എവിടെയെന്നാണ് ബാലേട്ടൻ ചോദിക്കുന്നത്. നോക്കണേ, വയസ്സ് 75 ഈ ബാലൻ സഖാവിന്. ഇത്രയും കാലം ചക്കാത്തിനാണ് ഇവിടങ്ങളിലെല്ലാം ഇദ്ദേഹം താമസിച്ചത്. ഒരു 10 പൈസ ഈ മനുഷ്യൻ വെള്ളക്കരം ഇനത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചിട്ടുണ്ടോ? പത്രം ദേശാഭിമാനി ആയതുകൊണ്ട് പത്രക്കാശ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കേബിൾ ചാർജ് 10 പൈസ ചെലവാക്കിയിട്ടുണ്ടോ? താമസ സ്ഥലം പെയിൻ്റ് അടിക്കേണ്ടി വന്നിട്ടുണ്ടോ? മാറാല തൂക്കേണ്ടി വന്നിട്ടുണ്ടോ? പണിക്കാർക്ക് കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? പഞ്ചായത്തിൽ ഈ മനുഷ്യൻ 10 പൈസ കരമൊടുക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരുത്തിന് കാൽ കാശിൻ്റെ പിരിവ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെ പാർട്ടി വക ചക്കാത്ത് ജീവിതം നയിച്ചിട്ടാണ് ഈ ബാലൻ ഇക്കണ്ട വിപ്ലവം മുഴുവൻ നടത്തിയതെന്ന് ഓർക്കണം. ആർക്കു വേണ്ടി? നാടിനു വേണ്ടി. വെറുതെയാണോ ബാലൻ പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന്? എങ്കിൽ നല്ലതുപോലെ വിയർത്ത് ജോലി ചെയ്യേണ്ടി വന്നേനേം ബാല. ആർക്കിടെക്ട് ശങ്കറാണെന്ന് തോന്നുന്നു അടുത്ത കാലത്ത് പറഞ്ഞത്, മണ്ടന്മാർ കാശ് മുടക്കി വീട് പണിയും, മിടുക്കന്മാർ അതിൽ വാടകയ്ക്ക് താമസിക്കും. അതിരാവിലെ മുതൽ പിണറായി സ്തോത്രങ്ങളും ഉരുവിട്ട് തൈക്കണ്ട് വീണാചരിതവും ആലപിച്ച് AKG സെൻറ്ററിൻ്റെ അകത്തും പുറത്തുമായി കഴിഞ്ഞ ആ നല്ല കാലമോർത്താണ് ബാലൻ സഖാവ് ഇപ്പോൾ കണ്ണീർ പൊഴിക്കുന്നത്. സമ്പാദിച്ച കാശിൽ പാർട്ടിക്ക് ലവി കൊടുത്തതല്ലാതെ 10 പൈസ പോക്കറ്റിൽ നിന്നും ചെലവാക്കിയിട്ടില്ല വ്യത്യസ്തനായ ഈ ബാലൻ. ആ വകയിൽ നീക്കിയിരിപ്പ് എത്ര ലക്ഷങ്ങൾ കാണും? അതോ കോടികളോ? അടുത്ത കുടിയിരിപ്പ് എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് AK ബാലൻ തൻ്റെ കണ്ണീർ കഥ അവസാനിപ്പിക്കുന്നത്. മധുരയിൽ ചെന്നപ്പോൾ മധുരമീനാക്ഷിയെ പോലും ഒന്നും കാണാൻ കഴിയാത്ത ദണ്ണവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ആ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? പിണറായി വിജയൻ്റെ മകളുടെ ക്ഷേത്ര സന്ദർശനത്തിൻ്റെ ജാള്യം മറയ്ക്കാനുള്ള നൈസായ ശ്രമം. ഒരു പായും തലയണയുമായി നേരെ ക്ലിഫ് ഹൗസിലേക്ക് കയറി ചെല്ലണം സഖാവേ. പിണറായി വിജയൻ ഇത്തിരി ഇടം തരാതിരിക്കുമോ? അതിയാൻ്റെ സാഹസങ്ങൾ ഒരുപാട് തല്ലിയതല്ലേ ബാലൻ? കണ്ണീരോടെ പാർട്ടി പദവിയിൽ നിന്നും ഇറങ്ങുമ്പോഴും പായും മടക്കി AKG സെൻറ്ററിൽ നിന്നും പടിയിറങ്ങുമ്പോഴും AK ബാലൻ ബ്രണ്ണൻ കോളേജിൽ K സുധാകരൻ്റെ പാൻറ് ഊരിച്ച കഥ പറയുന്നുണ്ട്. സുധാകരൻ്റെ പാൻറ് അഴിപ്പിച്ച് കോളേജിൻ്റെ കാമ്പസിലൂടെ നടത്തിച്ചത്രേ പിണറായി വിജയൻ. ഇന്ന് SFIക്കാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അതിലും ഭീകരരൂപത്തിൽ നടത്തിയെന്ന് സാരം. വെറുതെയാണോ ഈ ബാലൻ SFI എന്ന് കേൾക്കുമ്പോൾ അടപടലം വിറച്ച് രോമാഞ്ചം കൊള്ളുന്നത്? ഇനിയും സുധാകരനോട് ചോദിക്കുമ്പോൾ അറിയാം സത്യാവസ്ഥ. ഉടുമുണ്ടഴിഞ്ഞ് പിണറായി മുമ്പേ ഓടിയെന്നും മുണ്ടുമായി ബാലൻ പിന്നാലെ ഓടിയെന്നുമായിരിക്കും K സുധാകരൻ പറയുക. ബ്രണ്ണൻ കോളേജിലെ ഈ പഴയകാല ചരിത്രമെല്ലാം ഒന്നൊഴിയാതെ പറയുന്ന AK ബാലൻ വിട്ടുപോയ മറ്റൊരു ചരിത്രമുണ്ട് സഖാവേ. അന്ന് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന പിണറായി വിജയന് MN വിജയൻ മാഷ് 5 രൂപ വെച്ച് ഉച്ചയ്ക്ക് കൊടുക്കുമായിരുന്നു എന്നൊരു കഥയുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും. ഇക്കണ്ട കാലം മുഴുവൻ പിണറായിക്ക് വേണ്ടി വെടിക്കഥകൾ അടിച്ചും അതിയാൻ്റെ അഴിമതിയുടെ വിഴുപ്പലക്കിയും ഒടുവിൽ മകളെ വെള്ളപൂശിയും വിജയകരമായ വിപ്ലവ ജീവിതം നയിച്ചയാളാണ് AK ബാലൻ. പുതുതായി പണിത AKG ഭവനിൽ എത്രയോ സ്റ്റെയർ കേസുകൾ ഉണ്ടാകും. അതിനടിയിലെങ്കിലും ഒരു പായിടാൻ സ്ഥലം തരില്ലേ സഖാവേ? കഷ്ടം ബാല, കഷ്ടം. ഓസിന് താമസിച്ചങ്ങ് ശീലിച്ചു പോയി. അതുകൊണ്ട് വീട് എന്ന സ്വപ്നം തൽക്കാലം ഉപേക്ഷിക്കാനേ മാർഗമുള്ളൂ. നന്ദി.